കൈ വിടുന്നേ. കൂടുതൽ നേരം അടുപ്പത്ത് വെച്ച് അങ്ങ് കരിഞ്ഞു പോകുന്നു. ഓ ഇങ്ങനുണ്ട്. കൊള്ളാം, കുഴപ്പമില്ല. നോക്കട്ടെ. ഓ കൊള്ളാം, കുഴപ്പമില്ല. വിനെഗറുണ്ടോ? അതെന്തിനാ? എടുക്ക്. ഞാൻ ഒഴിച്ചു. എടുക്കടി. നീ ഒരുമാതിരി ഊപ്പ മലയാളിയുടെ സ്വഭാവം കാണിക്കരുത്. ഇങ്ങനത്തെ ആ അതെ, ഈ മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്. ചൈനീസ് പോർച്ചുഗീസ് കറികൾ വേണം, പക്ഷെ അതിൽ നമ്മുടെ ഉണക്ക മുളകറിയുടെ ടേസ്റ്റും വേണം. ഒന്നും മിണ്ടായിരിക്കല്ലേ. ആ നീ മിണ്ടായിരിക്കോടെ. അല്ലേ, നിന്നെ ഞാനൊരു ദിവസം ഗോവയിലെ കാലാങ്കുട്ടു ബീച്ചിലെ സോസോലബിലേക്ക് കൊണ്ടുപോവാം. അവിടുത്തെ പോർക്ക് വിന്താലു നീ ഒന്ന് കഴിച്ചു നോക്കണം. അപ്പോൾ അറിയാം അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. വിനീഗർ കൂടി പോയി എന്നാ തോന്നുന്നത്. ഇല്ല, കറി കറക്റ്റാ. ജാൻസി, ജാൻസ്. എന്തോ? ബാ. അല്ല, ഇതെങ്ങോട്ടേക്ക് പോന്നേ? എടി, എനിക്ക് 5 മണിക്കൊരു മീറ്റിംഗ് ഉണ്ട്. അതിന് ഇത്ര നേരത്തെ പോണോ? പോണം മക്കളെ, പോട്ടെ. മോളെ കഥ കടച്ചോ. ആ ഒന്ന് വേഗം കഴുക്. അത് ചത്ത കോഴി, അതിന് വേദനിക്കൊന്നുമില്ല. എടോ, പണിയൊക്കെ നടക്കണ്ടല്ലോ. നാളത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉടൻ വരെയായി. അത് മുതലാളി, നമ്മുടെ വെളുത്ത ബംഗാളി പണിക്കാരോടെല്ലാം നാളെ കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ അവര് കുളിച്ചിട്ട് വന്ന നല്ല ഹിന്ദി നടന്മാരെ. എടോ, ഇവന്മാർക്കൊക്കെ സ്കിൻ ഡിസീസ് എന്നാ നാട്ടുകാർ പറയുന്നേ. സപ്ലൈ ചെയ്യാൻ മലയാളികൾ മതി. ഇവരെ വേണമെങ്കിൽ താൻ കിച്ചൺ നിർത്തിക്കും. എടോ, നമ്മുടെ വേണുനാഥ് എവിടെ ഉണ്ടോ? അവന് ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. അവൻ എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഓ, ആ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള സുനാമി. കല്ലെറിഞ്ഞ് വെള്ളം കുടിക്കാൻ നീ എന്താ പഞ്ചായത്ത് കാലം കാക്കേ പറ്റണോ? തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഞാൻ പണിക്കാരെ പിരിച്ചുവിടുന്ന കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. നിന്നെപ്പോലെ ഒരുത്തനെ ഞാനിങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ പലവർക്കും മുറിവുറുപ്പുണ്ട്. മരിച്ചുപോയ നിന്റെ അച്ഛനുള്ള കടപ്പാടാ. അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? എല്ലാം അറിയുന്ന ചേട്ടൻ തന്നെ. ഓ, അതെനിക്കറിയാലോ. ആ പെണ്ണ് ഇതിനെ തേച്ച് മെഴുക്കിയിട്ട് പോയിട്ട് 10-12 വർഷം കഴിഞ്ഞു. നീ ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കാന്നോ? എന്റെ വേദന. നിന്റെ വേദന ഇവിടെ എല്ലാവർക്കും കോമഡിയാ. കാലം മാറി രാജാ. ഇതുപോലത്തെ പാട്ടുകളാണ് നിന്നെ നശിപ്പിക്കുന്നത്. നിനക്ക് പറ്റിയ പാട്ടുകൾ ഞാൻ വെച്ചുതരാം. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതുപോലത്തെ പാട്ട് കേട്ടാൽ നിന്റെ സകല പ്രയാസങ്ങളും തീരും. ഇതാരും സേവിയറോ?
ഈ ചൈന ഇങ്ങനെ എവിടുന്ന് കിട്ടി? നമ്മുടെ CID ഓഫീസിൽ നിന്ന് കണ്ടപ്പോഴേ പിടിച്ചുപിടിയാലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അയ്യോ പോകും. ചെരിപ്പഴിക്കൊന്നും വേണ്ട. എന്തായാലും ഇന്ന് കൊണ്ടുവന്ന നന്നായി. ഞാൻ നല്ല സൂപ്പർ പോക്ക് പിൻഡാലും ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഏതായാലും സേവറിന് ഭാഗ്യമുണ്ട്. താൻ എന്ന് വന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാവും അല്ലേ? നീ അത്താഴം എടുത്തോക്ക്. വരൂ. കഴിച്ചേക്കാം അല്ലേ? കഴിക്കാം. കുറച്ചുകൂടെ. ഓ കൊളസ്ട്രോള്. നന്നായിട്ടുണ്ട്. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നാളെ നമ്മളും മത്തായുടെ ഫാമിലി എല്ലാം കൂടെ ആതിരപ്പള്ളിക്ക് പോകുന്നുണ്ട്. താനും വരണം. എനിക്ക് പറ്റില്ല. അതെന്താ? കാറിൽ ഒരാൾക്കും കൂടെ സ്ഥലം ഉണ്ടാവും ഇല്ല ചായ? തീർച്ചയായിട്ടും. അതെനിക്ക് നാളെ അത്യാവശ്യമായിട്ടൊരു മനസ്സമ്മത്തി പങ്കെടുക്കണം. അതുകൊണ്ടാണ്. അങ്ങനാണെങ്കിൽ അടുത്ത മാസം 3-4 ട്രിപ്പിന് സേവർ വരട്ടെ. അത് ശരിയാ. വരാം. അങ്ങനെയല്ല, ഇങ്ങനെ വേണ്ട. ഇതാ ഇതാ ഇതാ. ഓ ആ സ്റ്റെപ്പ് കമോൺ ബോയ്സ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യണം. ഇതേപോലെ ഷൂട്ട് ചെയ്യണം കേട്ടോ. കമോൺ എല്ലാവരും വാ. ഫുൾ തുടക്കം മുതലേ നമുക്ക് ഇതേപോലെ ഷൂട്ട് ചെയ്യണം. തുടക്കം മുതൽ വാ. അടുത്ത സുന്ദരിപ്പിച്ചയായി കിടന്ന് ഈ പേക്കൂത്ത് കാണിക്കുന്നത്. ശന തലവരെയാണല്ലോ ചെറുക്കൻ്റെ. കുടുംബത്താണെങ്കിൽ സ്വത്ത്, ജോലിയാണെങ്കിൽ ഗൂഗിളിലും. ഇപ്പോഴത്തെ മാത്തം മുതലാളിയുടെ മകളെ കെട്ടാൻ പോകുന്നു. അതുമാത്രോ? അവനങ്ങ് അമേരിക്കയിലല്ലേ ജീവിക്കുന്നത്. അമേരിക്കയിലെ ജീവിതം. നമ്മളെ വൈകുന്നേരം ആ റോട്ടിലോട്ടൊന്ന് ഇറങ്ങി നിന്നാൽ മതി. വലിയ കാറൊക്കെ ആയിട്ട് ആരൊക്കെ വന്ന് അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. നമ്മളെ അങ്ങ് വിക്ക് ചെയ്യും. എന്നിട്ട് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തരും, ഫിലിമൊക്കെ കാണിച്ചു തരും. അതിനുശേഷം രാത്രിയായ ഒരു കറക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിക്ക് ചെയ്ത് അതേ സ്ഥലത്ത് തന്നെ എത്തിക്കും. എന്നാ ജീവിതം അല്ലയോ? അല്ല, ഇതൊക്കെ ഇയാൾക്ക് എങ്ങനെ അറിയാം? ഇയാൾ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടോ? അവൻ പോയിട്ടില്ല, അവന്റെ ഭാര്യ പോയിട്ടുണ്ട്. അങ്ങനെ ചിരിക്കാതെ. ഈ എൽദോ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതം മുഴുവൻ ഈ തോട്ടം പണി ചെയ്തും കൂലിക്കാരുമായി തർക്കിച്ചും അങ്ങ് കഴിഞ്ഞു തിരികെ. ആന്നേ. ഞാൻ പണ്ട് കുറച്ചു കാലം അനിയൻ്റെ കൂടെ അമേരിക്കയിൽ താമസിച്ചിട്ടുണ്ട്. അതാ ജീവിതം. 6 ദിവസം എല്ലാവരും നന്നായി അധ്വാനിക്കും. 7ാമത്തെ ദിവസം അങ്ങ് അടിച്ചു പൊളിക്കും. നമ്മൾ ഞായറാഴ്ച രാവിലെ പന്നിയിറച്ചിയിൽ നല്ലോണം മല്ലി മുളക് അരച്ച് ചേർത്ത് വെച്ചങ്ങ് പള്ളിയിലോട്ട് പോകും. കുമ്പസാരം കഴിഞ്ഞ് പാപെല്ലാം കഴുകി കളഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇറച്ചിയിൽ മല്ലിയും മുളകും നന്നായി പിടിച്ചിട്ടുണ്ടാകും. അത് വറുത്ത് വിസ്കി അറുത്തങ്ങ് അടിക്കും. ഒന്ന് ഉറങ്ങി എണീറ്റ് ഏതെങ്കിലും പബ്ബേ ചെന്ന് ഇരുന്നാൽ മതി, ഒന്നാന്തരം മതാമാർ ഇങ്ങോട്ട് വന്ന് കയറും. അതൊക്കെ പഴയൊരു കാര്യം. ജോണിച്ചോ, പച്ചയ്ക്ക് അങ്ങ് പോവാന്നോ? നമ്മുടെ കൂടെ വന്നങ്ങ് അടിച്ചിട്ട്. ചോണച്ചോ, പള്ളിയിൽ പോയി അച്ഛനൊന്ന് കാണണ്ടേ? അളിയാ, പള്ളിയിലൊന്ന് പറയണ്ടേ? മറ്റേ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്ക് പോയി പറഞ്ഞിട്ട് വന്നാലോ?